ഇപ്പോൾ സഭാകക്ഷി നേതാവായിട്ട് CPI-യുടെ സഭാകക്ഷി നേതാവായിട്ടുള്ള സന്തോഷ് കുമാർ സർവകക്ഷി യോഗത്തിലും ഈ MSP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വലിയ തകർച്ചയിലേക്ക് രാജ്യം പോകുമ്പോഴും പല മേഖലകളും അടച്ചുപൂട്ടപ്പെടുമ്പോഴും കൃഷിയിലേക്ക് ആളുകൾ കൂടുതലായിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃഷിക്കാർക്ക് ഏത് തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഈ ബജറ്റിൽ ഉണ്ടാകുക? അല്ല, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തെളിയിക്കുന്നതാണല്ലോ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ നമ്മുടെ അനുഭവം. പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാവിയെ സംബന്ധിച്ചിട്ട്, വളർച്ചയെ സംബന്ധിച്ചിട്ട് വലിയ പ്രതീക്ഷയില്ല എന്ന് കാണിക്കുന്ന തരത്തിലാണ് എക്കണോമിക് സർവേ പുറത്തു വന്നിരിക്കുന്നത്. അത് വലിയൊരു രേഖയാണ്, മുഴുവനൊരു കുറഞ്ഞ സമയം കൊണ്ട് വായിച്ചു തീർക്കാൻ സാധ്യമല്ല. എന്നാൽ അതിൻ്റെ നമ്മളൊരു രത്നച്ചുരുക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് ഇത്തവണ. അതിൽ തന്നെയുള്ള വേറൊരു കുറ്റസമ്മതം എന്ന് പറയുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത് 2014 കുറഞ്ഞ വളർച്ചയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് 10 വർഷത്തിന് ശേഷം. ഇത്രയേറെ അവകാശവാദങ്ങൾക്ക് ശേഷവും അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃഷി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ. ആ രംഗത്തുള്ള വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ രംഗം വളരെ വളരെ സാധാരണക്കാരെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളിലും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗം. അതോടൊപ്പം ഇനി എന്താണ് ഭാവി സംബന്ധിച്ച്, അതാണല്ലോ നമ്മൾ ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് എല്ലാത്തരം തടസ്സങ്ങൾ ഇനിയും നീക്കണം എന്നുള്ളതാണ്. ഗവൺമെന്റിന് എന്തെല്ലാം നിയന്ത്രണങ്ങളും കാര്യങ്ങളുണ്ടോ അത് ഇനിയും അത് ഡീറെഗുലേറ്റ് ചെയ്തുകൊണ്ട് കുറെ കൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് അനുകൂലമായ സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് ഈ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ വേ. ഇതാണ് ഈ രേഖക്കകത്ത് പലതവണ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആരംഭിച്ച് പിന്നീട് നരസിംഹറാവുവിന്റെ കാലത്ത് വളരെ ശക്തമായി, ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ശക്തമായി തുടർന്ന് ഇപ്പോഴും ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ നയങ്ങൾ, അതിന്റെ ഭാഗമായി അവശേഷിച്ചിരിക്കുന്ന ഗവൺമെന്റ് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ഇനി എടുത്തു കളയണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പശ്ചാത്തലത്തിൽ വേണം ഈ ബജറ്റിനെ കുറിച്ച് ഈ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇതുപോലുള്ള വിപണി തുറന്നു കൊടുത്തപ്പോൾ വലിയ തരത്തിലുള്ള ഒരു വിമർശനം, അതിന്റെ ഗുണഫലം പിന്നീട് ഞാൻ ആ ഭാഗത്തെ കുറിച്ചല്ല. സ്വാഭാവികമായിട്ടും ഗ്ലോബലൈസ്ഡ് ആയ എക്കണോമിക്കകത്ത് ചില മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വേണ്ടിവരും. ആ ഭാഗമൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും ഇപ്പോൾ ആന്റണി ഇവിടെ സൂചിപ്പിച്ച കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് UPA ഭരിക്കുന്ന കാലത്തും കോൺഗ്രസ് ധരിച്ചു ഭരിക്കുന്ന കാലത്തും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളാണ്. ഈ 1% കയ്യിൽ മാത്രം ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഞാൻ അദ്ദേഹം പറയുന്നതോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് പറ്റിയ ഒരു കുറേ നയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കി, കുറേ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ ആ നിയന്ത്രണങ്ങൾ ഇനിയും എടുത്തു കളയാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം MSP എന്ന് പറയുന്നത് ഗവൺമെന്റിന്, അതായത് താങ്ങുവിലയും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ചെലവും 50%. അപ്പോൾ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അത് കേരളത്തിന്റെ ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിന്റെ കാർഷിക ചെലവ് ആവണമെന്നില്ല തമിഴ്നാടിൻ്റെത്, അതാവണമെന്നില്ല പഞ്ചാബിൻ്റെത്. അപ്പോൾ ആ നിലയിലുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് കൂടെ വന്നതോട് കൂടിയിട്ട് ആഗോളതലത്തിൽ നമ്മൾ കുറെ കൂടി വലിയ വെല്ലുവിളി നേരിടുന്നു. ഇവരെത്ര വലിയ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ എക്കണോമി പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒട്ടും സുഖകരമല്ലാത്ത സൂചനകളാണ് നമ്മൾ എക്കണോമിക് സർവേക്കകത്ത് വായിച്ചെടുക്കുക. സന്തോഷ് കുമാർ, വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടത് തന്നെയാണ്. കാര്യം ഇപ്പോൾ ചെറുകിട സംരംഭകർ, അപ്പോൾ എക്കണോമിക് സർവേ നമ്മൾ നോക്കിയാൽ പോലും നമുക്ക് കാണുന്നത് ഇത് പലപ്പോഴും ഇപ്പോൾ AI-യുടെയൊക്കെ സഹായത്തോടുകൂടി പല ഈ മൂലധന ശക്തികൾ കൂടുതലുള്ള ടൈക്കൂണായിട്ടുള്ള കമ്പനികൾ അവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ഈ ചെറുകിട സംരംഭകർക്ക് ഇത് പലതും ഇട്ടിട്ട് പോകേണ്ടി വരുന്നു. നമുക്ക് കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ചെറുകിട സംരംഭകർ വന്ന് പലപ്പോഴും അവരുടെ ഒരു സങ്കടം പറയുന്നത് കണ്ട. ഇതിനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോട്ട് ചെയ്യാനുള്ള അല്ല, ഗവൺമെന്റിന്റെ കയ്യിൽ അതിനുള്ള ഒന്നാമത്തെ കാര്യം, ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് റെട്ടറിക്കാണ്. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതിനകത്ത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആ ഭാഗത്ത് 25 കോടി ആളുകളെ ദാരിദ്ര്യരേഖയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് ഇന്നലെയും പ്രസിഡന്റ് ശ്രീ ആന്റോ ചൂണ്ടിക്കാണിച്ച ഈ പ്രസംഗത്തിനകത്ത് പറയുകയുണ്ടായി. 25 കോടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 25 കോടി നമ്മളെന്ന് ഇവർക്കൊരു കണക്കില്ല. 2 കൊല്ലം മുമ്പ് രാജ്യസഭയിൽ എനിക്ക് തന്നെ കിട്ടിയ ഉത്തരത്തിനകത്ത് അവർ പറയുന്നത് 25 കോടി ആളുകളെ മോചിപ്പിച്ചതാണ്. അപ്പോൾ ഇനി മിനിമം ഒരു കാര്യം സമ്മതിക്കണ്ടേ, 2023-നും 24-നും ഈ 24-25 ഈ 2 സാമ്പത്തിക വർഷം കൊണ്ട് ആരെങ്കിലും ഒരാളെ പോലും മോചിപ്പിച്ചില്ല എന്നെങ്കിൽ സമ്മതിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ വസ്തുതകളെ ഒന്നും അല്ലാത്ത കണക്കുകളൊക്കെയാണ് ഇവർ അഭിരമിക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായ ഒരു മീഡിയ പബ്ലിസിറ്റിയുടെ പുറത്ത് ഓരോ മനുഷ്യനിലെയും ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചരണ തന്ത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ ഒക്കെ വിലക്കെടുത്തുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തായിരുന്നാലും വളരെ ഗുരുതരമാണ്, പൊതു സാഹചര്യമുള്ളതാണ് ഒരു വസ്തുത.